2 വയസ്സ് വരെയൊക്കെ ആയ കുഞ്ഞുവാവമാർക്ക് നിങ്ങൾ ഈ പോട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അതുവരെയും കുഞ്ഞുവാവ് പോട്ടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ടൊന്നും അവരെ ഇരുത്തേണ്ട കാര്യമില്ല. പോട്ടി ട്രെയിനിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഫോഴ്സ്ഫുള്ളായിട്ട് അവരെ ചെയ്യിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സ്ട്രെസ്സൊന്നുമില്ലാതെ അവരെ അത് നമുക്ക് ട്രെയിൻ ചെയ്യിച്ച് എടുക്കാൻ സാധിക്കും. ഇനി അത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, പോട്ടി സീറ്റ് അല്ലെങ്കിൽ ഒരു പോട്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുവാവ ഇപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലുള്ള ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഞ്ഞുവാവയുടെ കാല് ഇങ്ങനെ 2 സൈഡിലേക്കും താഴ്ത്തിയിട്ടിട്ട് വേദന എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞിനെ അവിടെ ഇരുത്തുക. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അവരൊന്ന് ഇടപഴകി ഓക്കെ ആവും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു പേടി വരും പുതിയൊരു സ്ഥലത്ത് പെട്ടെന്ന് കൊണ്ട് ഇരുത്തുമ്പോഴുള്ള. ഈ പേടി മാറ്റുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ബുക്ക് കാണിക്കുകയോ എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി കിട്ടുകയാണെങ്കിൽ കുഞ്ഞുവാവ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തോട് സഹകരിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ അപ്പിടണോ പോകണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുവാവയോട് ചോദിക്കാതിരിക്കുക. കൃത്യമായ ഒരു സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത്, ഇപ്പോൾ രാവിലെ കുഞ്ഞുവാവ എഴുന്നേറ്റ് അത്യാവശ്യം ചെറിയ രീതിയിൽ ഫുഡോ വെള്ളമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വാവയെ നിങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഒരു ഇരുത്തി ഒരു റൊട്ടീൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ കുഞ്ഞുവാവയ്ക്കും അങ്ങനെ ഇരിക്കണം, ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ശീലമായി അത് മാറും. ഇനിയും അടുത്ത കാര്യം, എല്ലാ കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തുടക്കത്തിലേ കുഞ്ഞ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. പതിയെ പതിയെ അവർ ആ ഒരു പെർഫെക്റ്റ് ഇതിൽ വരും. നമുക്ക് അവർക്ക് ചെയ്യുന്നതിന് ഒരു ഫൺ ഫാക്ടർ കൂടി കൊടുക്കുക. ഫ്രഷ് ചെയ്യാനൊക്കെ കുഞ്ഞുവാവയെ കൊണ്ട് സമ്മതിപ്പിച്ച് കൊടുക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞിൻ്റെ ഭക്ഷണശൈലി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹാർഡ് സ്റ്റൂൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുവാവയ്ക്ക് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നന്നായി വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കുക. അപ്പോൾ ഹാർഡായിട്ടുള്ള സ്റ്റൂള് വന്നിട്ട് അവിടെ തിങ്ങി നിൽക്കുമ്പോൾ കുഞ്ഞുവാവന്മാരുടെ മലദ്വാരത്തിൽ ചെറിയ മുറിവുണ്ടാവാനും അവർക്ക് വേദന ഉണ്ടാവാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കുകയും ഈ ഒരു വയറ്റിൽ നിന്ന് പോകുന്ന പ്രക്രിയയോട് തന്നെ അവർക്ക് വെറുപ്പാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ പോട്ടി ട്രെയിനിങ് എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ടൊക്കെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. എൻജോയ് യുവർ പാരന്റിങ്.